നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തത് ക്യാപ്ചർ മയോപതിയെ തുടർന്നെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. തെരുവുനായ്ക്കളുടെ അക്രമത്തിൽ ഭയന്ന് ശ്വാസം കിട്ടാതായതാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ BJP. മാനുകൾ കൂട്ടത്തോടെ ചത്തതിൽ പ്രതിഷേധിച്ച് BJP പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർക്കിലേക്ക് പ്രതിഷേധ മാർച്ച്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി കേരളശ്ശേരിയിൽ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കോൺഗ്രസ് വരണം, കോട്ടായി വളരണം എന്ന മുദ്രാവാക്യവുമായി കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനനന്മ ഗൃഹ സന്ദർശന കാൽനട യാത്രയ്ക്ക് തുടക്കം. ജനനിധി പദ്ധതി അഴിമതി പദ്ധതിയായി മാറിയെന്ന് BJP. കഴിഞ്ഞ 5 വർഷത്തെ ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ CPM ഭരണം സകല മേഖലയിലും പരാജയമെന്നും BJP. വാർത്തകൾ വിശദമായി. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തത് ക്യാപ്ചർ മയാപതിയെ തുടർന്നെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. തെരുവുനായ്ക്കളുടെ കൂട്ടത്തോടെയുള്ള ആക്രമണത്തിനിടെ വിറളി പൂണ്ടതും ഭയന്നതും ശ്വാസം കിട്ടാതായതും മരണകാരണമായെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പാർക്കിനുള്ളിൽ കടന്ന നായ്ക്കൾ എല്ലാ മാനുകളെയും ആക്രമിച്ചിട്ടില്ല. ആക്രമണത്തിൽ ചെറിയ പരിക്കാണ് പറ്റിയിട്ടുള്ളത്. അത് മരണകാരണമല്ലെന്നും എല്ലാ കൂടുകളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും അരുൺ സക്കറിയ വ്യക്തമാക്കി. ഇതൊരു വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു സംഭവമാണ്. നമ്മളൊരു സൂവിനകത്ത് പട്ടികളാണ് കയറിയിരിക്കുന്നത്. അപ്പം 10ഓളം മാനിനെ കൊന്നു. അതെന്ന് പറഞ്ഞാൽ ക്യാപ്ചർ മയപ്പതി എന്നൊരു ഇതിലാണ് ഇത് പേടിച്ചു. അതുകൊണ്ട് ഈ ഭിത്തിയുടെ മുകളിലും ഫെൻസിൻ്റെ മുകളിലും ഇടിച്ച് വീണിട്ടാണ് ഡെത്തായത്. അതിന് മുകളിൽ ഗവൺമെൻറ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചീഫ് അവാർഡും ദെൻ വിജിലൻസ് APCCF പിന്നെ ചീഫ് ഫോറസ്റ്റ് ഓഫീസർ ഞാൻ അങ്ങനെ 3 കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടി കയറിയിട്ട് ഇത് ആനിമൽ പേടിച്ചിട്ട് അതിൻ്റെ ഒരു അക്യൂട്ട് ഷോക്കിൻ്റെ മുകളിലാണ് ഡെത്ത് ഉണ്ടായത്. ക്യാപ്ചർ മയപ്പതി എന്ന് പറയും. അപ്പോൾ അത് ചിലതിന് ഹെഡ് ഇഞ്ചുറി ഉണ്ട്, ചിലതിന് റിബ്സിൽ ഫ്രാക്ചർ ഉണ്ട്. അപ്പം വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇതിലിപ്പം ഈ നായയുടെ ആക്രമണം മാനുകൾക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്നാണോ? ഉണ്ടായിട്ടുണ്ട്. ബൈറ്റ് മാർക്കുണ്ട്, കടിയുണ്ട്, ചിലതിന് കടിയുണ്ട്. പക്ഷെ മരണകാരണം എന്ന് പറഞ്ഞാൽ ഇത് പേടിച്ചിട്ട് ഓടിപ്പോയി ഇടിച്ചിട്ട് ഡെത്ത് ആവുന്ന ഒരു കണ്ടീഷനാണ്. അക്യൂട്ട് പാനിക് ഷോക്ക് എന്ന് പറയുന്ന. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ BJP. മാനുകൾ കൂട്ടത്തോടെ ചത്തതിൽ പ്രതിഷേധിച്ച് പാർക്കിലേക്ക് BJP മാർച്ച് നടത്തി. പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മാർച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ BJP നേതാവ് ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. മാർച്ചിനോടനുബന്ധിച്ച് വൻ പോലീസ് സന്നാഹമാണ് പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുന്നത്. LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അതാണ്. ഒന്നാമത്തെ തത്വം ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെ ഒന്നിക്കണം. ആ മനുഷ്യർക്ക് നല്ല ജീവിതം ഉണ്ടാക്കാൻ മനുഷ്യരെ ഒരുമിപ്പിക്കണം. ഈ ഐക്യമാണ് നമ്മൾ മുമ്പിലേക്ക് വെക്കുന്നത്. അങ്ങനെ മനുഷ്യരെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതൊക്കെ പ്രവർത്തിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജീവിതം ഉണ്ടാവണം. നമ്മുടെ പഴയ തലമുറ, അതായത് നമ്മുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശിയോ ജീവിച്ചതുപോലെയാണോ നമ്മൾ ജീവിക്കുന്നത്? K. ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. കൺവെൻഷനിൽ ഏരിയ സെക്രട്ടറി സിയ സജീവ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സ്മാരക വായനശാല സെക്രട്ടറി കൂടിയായ KE പത്മകുമാർ 8ാം വാർഡിൽ മത്സരിക്കും. മഞ്ഞപ്പാറ 1ാം വാർഡിൽ ബ്രാഞ്ച് സെക്രട്ടറി M. രാധാകൃഷ്ണനും 2ാം വാർഡ് വടശ്ശേരിയിൽ ആശാ വർക്കർ കൂടിയായ ബിന്ദു വത്സനും മത്സരിക്കും. 4ാം വാർഡിൽ മഹിളാ അസോസിയേഷൻ പ്രവർത്തക ശ്രീദേവിയും 5ാം വാർഡിൽ അംഗൻവാടിയിൽ നിന്നും വിരമിച്ച കോമള ടീച്ചറും 10ാം വാർഡിൽ DYFI വില്ലേജ് കമ്മിറ്റി ഭാരവാഹികളായ രഞ്ജിത്ത്, വാർഡ് 11 കുടുംബശ്രീ പ്രവർത്തക റജുലയും, വാർഡ് 13 ആശാപ്രവർത്തക സൗമിനിയും, 14ാം വാർഡിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ സുഭാഷുമാണ് മത്സരിക്കുന്ന പുതുമുഖങ്ങൾ. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ 7ാം വാർഡിലും വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ 12ാം വാർഡിലും, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രമാമുരളി 3ാം വാർഡിലും, ഷാജിദ B 6ാം വാർഡിലും മത്സരിക്കും. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളശ്ശേരി ഡിവിഷനിൽ നിന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് മത്സരിക്കും. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കോങ്ങാട് ഡിവിഷനിൽ നിന്നും
കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ശോഭന PR മത്സരിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനനന്മ ഗൃഹ സന്ദർശന കാൽനട യാത്രാ പ്രയാണം തുടങ്ങി. കോൺഗ്രസ് വരണം, കോട്ടായി വളരണം എന്ന മുദ്രാവാക്യത്തോടെയാണ് ഗൃഹസന്ദർശന കാൽനട പര്യടനം. കോൺഗ്രസ് വരണം, കോട്ടായി വളരണം എന്ന പ്രമേയവുമായി നടത്തുന്ന ജനനന്മ ഗൃഹസന്ദർശന യാത്ര 1-ാം വാർഡിൽ നിന്നും ആരംഭിച്ചു. ചെറുകുളം സെൻട്രൽ ജാഥ ക്യാപ്റ്റനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ രാജകൃഷ്ണൻ മാസ്റ്റർക്ക് പതാക കൈമാറി KPCC അംഗം C. പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ പൊതിഞ്ഞ് ആ സാധനം, ആ സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ മാറ്റി അത് കട്ടെടുത്ത് ചെമ്പുപാളിയാണ് എന്ന് ദേവസ്വം കമ്മീഷണർ, ഇപ്പോൾ 2019 ദേവസ്വം കമ്മീഷണർ തുടർച്ചയായി 2 പ്രാവശ്യം അദ്ദേഹം അവിടെ ഇന്നലെ അറസ്റ്റ് ചെയ്ത N. വാസു എന്ന് പറയുന്ന ആള്, അദ്ദേഹം ആരാണ്? മുൻകാലങ്ങളിൽ 27ാമത്തെ വയസ്സിൽ CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം അഡ്വക്കേറ്റായി ദേവസ്വം കമ്മീഷണറായി, അതിനുശേഷം ഒരു ട്രിബ്യൂണലിന്റെ ചെയർമാനായി, ആ ട്രിബ്യൂണലിൽ നിന്ന് ദേവസ്വം കമ്മീഷണറായി വരുന്നു. മണ്ഡലം പ്രസിഡന്റ് രാജകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി രമേശ്, കോൺഗ്രസ് നേതാക്കളായ KV രാധാകൃഷ്ണൻ, NK ശശിധരൻ, ഭാസി, സുരേഷ് കുമാർ, ശാന്തകുമാർ, സുലൈമാൻ കരിയംകോട്, 16 വാർഡുകളിലെയും ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹി PP സുധ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ജലനിധി പദ്ധതി അഴിമതി പദ്ധതിയായി മാറി. കഴിഞ്ഞ 5 വർഷത്തെ ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ CPM ഭരണം സകല മേഖലയിലും പരാജയമെന്ന് BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി എങ്ങും എത്തിയില്ല. ജൽജീവൻ പദ്ധതി പ്രവർത്തനം സജ്ജമല്ല. ഗ്രാമീണ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടപ്പാണ്. കുഞ്ചൻ സ്മാരകം ജീർണിച്ച അവസ്ഥയിലായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എല്ലാ മേഖലയിലും വികസനം മുരടിപ്പാണെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. BJP ലക്കിടി ഏരിയ പ്രസിഡന്റ് രമേശ് ബാബു, മണ്ഡലം സെൽ കോർഡിനേറ്റർ AR രാജേഷ്, ഏരിയ സെക്രട്ടറി K. ദിലീപ്, വൈസ് പ്രസിഡന്റ് ബാബു, ഹരിശ്രീ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സകല മേഖലയിലും സമ്പൂർണ്ണ പരാജയം എന്ന് പറയാം. നമുക്ക് ഏറ്റവും പ്രധാന വിജയം എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമായ കുടിവെള്ള പ്രശ്നത്തിലെ ശാശ്വതമായ പരിഹാരം കാണുന്നതിൽ പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് ഭരിച്ചത്. എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമായി എന്ന് CPM അവകാശപ്പെടുന്നു എങ്കിൽ കൂടി ജനജീവൻ മിഷന്റെ ഭാഗമായിട്ട് പല ഭാഗത്തും റോഡുകൾ പൊളിഞ്ഞു കിടക്കുകയും ഗതാഗത യോഗ്യമല്ലാതെയും കിടക്കുന്നു. ഗ്രാമീണ റോഡുകളുടെ പശ്ചാത്തലം എടുത്ത് നോക്കുകയാണെങ്കിൽ സമ്പൂർണ്ണമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതിദാരിദ്ര്യ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പല ആളുകൾക്കും വീട് നൽകി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രസ്താവന ഇറക്കുന്നുണ്ട്. പലർക്കും ഇന്നും പോലും ആ പൈസ ലഭ്യമായിട്ടില്ല. എന്ന അടിസ്ഥാനത്തിലാണ് ഇത്തരം വികസനത്തിന്റെ മാമാങ്കം കൊട്ടിഘോഷിക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് BJPക്ക് അനുകൂലമായ രീതിയിലായിരിക്കും ഇത്തവണ ഇലക്ഷൻ ഫലം പുറത്തു വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും കുസാറ്റും സംയുക്തമായി നടത്തുന്ന സ്ട്രീം എക്കോസിസ്റ്റം പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം NSS KPDA സ്കൂളിൽ കുട്ടി ഗവേഷകക്കൂട്ടം ശില്പശാല നടന്നു. സ്ക്രോൾ ചെയ്യുന്ന ബാല്യം, ക്ഷയിക്കുന്ന ആരോഗ്യം എന്ന വിഷയത്തിലായിരുന്നു കുട്ടി ഗവേഷകരുടെ സംവാദം. സ്ട്രീം 2ാം ഘട്ട പ്രൊജക്ടിന്റെ മുന്നോടിയായാണ് ഒറ്റപ്പാലം BRCക്ക് കീഴിലുള്ള ഗവേഷക വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒറ്റപ്പാലം NSS KPT സ്കൂളിൽ വെച്ച് ആശയ അവതരണ ശില്പശാല നടത്തിയത്. വിരമിച്ച പ്രധാന അധ്യാപകൻ വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് കുട്ടികൾ PGക്കൊക്കെ പഠിക്കുമ്പോഴാണ്. PGക്ക് പഠിക്കുന്നവർക്ക് ഒരു പ്രോജക്റ്റ് നിർബന്ധമാണ്. ഇപ്പോൾ സോഷ്യോളജിക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോജക്റ്റ് ചെയ്യും, സമൂഹമായി ബന്ധം. അപ്പം അങ്ങനെ നിങ്ങൾ ഒരു വലിയ കാര്യം ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം ആർക്കാണെന്നാണ് പ്രശ്നം. എനിക്ക് മാത്രം ഗുണമുള്ള കാര്യം ചെയ്തിട്ട് സമൂഹത്തിന് ഗുണമുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് മാത്രമല്ല, വരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുത്താവുന്ന, അല്ലെങ്കിൽ അവരെ ചില അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാവുന്ന ഒരു വലിയ പ്രവർത്തനം. ഒറ്റപ്പാലം BPC PM വെങ്കിടേശ്വരൻ അധ്യക്ഷനായി. ഗവേഷക വിദ്യാർത്ഥിനി വിഭഞ്ചി ഭാസ്കർ ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപിക രാധിക, ക്ലസ്റ്റർനേറ്റർമാരായ AP ശ്രീജ, M ശ്രുതി. ഒറ്റപ്പാലം BRCക്ക് കീഴിലുള്ള 7 വിദ്യാലയങ്ങളിൽ നിന്നായി 35 കുട്ടികളാണ് സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഗവേഷണം നടത്തുന്നത്. ഈ വിഷയത്തെ കൂടാതെ മനുഷ്യ സുരക്ഷയും തെരുവുനായ സംരക്ഷണവും ഒരു ഗവേഷണ പഠനം എന്ന വിഷയത്തിൽ കൂടി വിദ്യാർത്ഥികൾ ഗവേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ഷൊർണൂർ നഗരസഭയ്ക്ക് സ്നേഹാദരവുമായി നന്മപുരം ഗ്ലോബൽ ഫൗണ്ടേഷൻ. കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂർ നഗരസഭ മാറിയതിനുള്ള സാഹചര്യത്തിലാണ് ഫലവൃക്ഷത്തെയും ഉപഹാരവും നൽകി നന്മപുരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ആദരിച്ചത്. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തുള്ള നഗരസഭയുടെ ഇടപെടലും കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂർ നഗരസഭയെ തെരഞ്ഞെടുത്തിൻ്റെയും സാഹചര്യത്തിലാണ് നഗരസഭയ്ക്ക് സ്നേഹാദരവുമായി നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ രംഗത്തെത്തിയത്. ആദരവിൻ്റെ ഭാഗമായി ചെയർമാൻ MK ജയപ്രകാശിന് ഉപഹാരവും പൊന്നാടയണിക്കലും ഫലവൃക്ഷത്തൈ നൽകലുമുണ്ടായി. ഫൗണ്ടേഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ AS വനജ ഉപഹാരം കൈമാറലും പൊന്നാടയും അണിയിച്ചു. ഫൗണ്ടേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ഉപഹാരം എറണാകുളം ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത് കുമാറും കൈമാറി. തുടർന്ന് നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നടൽ MK ജയപ്രകാശും AS വനജയും നിർവഹിച്ചു. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തുള്ള ഇടപെടലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അവരഭിനന്ദിക്കും കൂടി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ സ്നേഹാദരവ് ഗ്ലോബൽ നന്മമരത്തിൻ്റെ നേതൃത്വത്തിൽ നൽകാനായിട്ട് അവർ തയ്യാറായിട്ടുണ്ട്. വളരെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനപൂർവ്വമാണ് അവരിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങുന്നത്. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു, മറ്റു ജനപ്രതിനിധികൾ, സെക്രട്ടറി PS രാജേഷ്, വനമിത്ര അവാർഡ് ജേതാവ് മോഹൻദാസ് ഇടിയത്ത്, C. ബിജു, വിജയ് പ്രകാശ് ശങ്കർ, ഫൗണ്ടേഷൻ മെമ്പർമാരായ അനീഷ, രാജി, ദിവ്യ എന്നിവരും സന്നിധരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പനയൂർ മിനിപ്പിടി അയ്യപ്പക്ഷേത്രം റോഡിന്റെ ശോചനീയാവസ്ഥ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പരിഹരിച്ചു. റോഡിലെ കുഴികൾ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. പനയൂർ മിനിപ്പടി അയ്യപ്പക്ഷേത്രം ഹെൽത്ത് സെന്റർ റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികൾ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ കാലവർഷത്തിലാണ് റോഡ് തകർന്നത്. പ്രദേശവാസികൾ റോഡിന്റെ ശാപമോക്ഷത്തിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു. സുമനസ്സുകളുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം ഏറ്റെടുത്തതെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തനവുമായ ജയകൃഷ്ണൻ പറഞ്ഞു. പനയൂർ അയ്യപ്പക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട റോഡാണ്. നിരവധിയായിട്ടുള്ള കുടുംബങ്ങൾ, അതുപോലെ സ്കൂളുകളിലേക്കുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ സാധാരണ മനുഷ്യൻ്റെ ഗതാഗതത്തിനൊക്കെ വളരെ അസൗകര്യം തോന്നിയ ഒരവസ്ഥയിൽ ഈ പ്രദേശത്തുള്ള ഈ റോഡ് ഉപയോഗിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ക്ലബ്ബുകളുടെയും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഒരു കൂടിയ ആലോചന നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ആളുകളിൽ നിന്ന് ഉൽപ്പന്നം ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഇങ്ങനെ ഒരു അറ്റംപ്റ്റിന് മുതിർന്നിട്ടുള്ളത്. അയ്യപ്പക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ദേവദാസ്, മിനിപ്പടി പ്രദേശവാസികളായ ബാബുരാജ്, O. മധു, ശിവദാസൻ, പ്രജീഷ്, പവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അഭിനന്ദനങ്ങളും ആശംസകളും പരസ്പരം അറിയിച്ചും നേട്ടങ്ങളും കോട്ടങ്ങളും പരാമർശിച്ചുകൊണ്ടും ഷൊർണൂർ നഗരസഭയിൽ സ്നേഹസംഗമം. ഭരണസമിതിയിലെ കാലാവധി അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്നേഹസംഗമം ചേർന്നത്. ജനപ്രതിനിധികൾക്ക് ഉപഹാരവും കൈമാറി. അഭിനന്ദനങ്ങളും ആശംസകളും പരസ്പരം അറിയിച്ചും വികസന നേട്ടങ്ങളും കോട്ടങ്ങളും പരാമർശിച്ചുകൊണ്ടുമുള്ള സ്നേഹസംഗമത്തിന് ഷൊർണൂർ നഗരസഭാ കൗൺസിൽ ഹാൾ വേദിയായി. ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ബുധനാഴ്ച ഇത്തരമൊരു സ്നേഹസംഗമം ഒരുക്കിയത്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു സ്നേഹസംഗമം. വിമർശനങ്ങളും പരാതികളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്തരം സംഭവങ്ങൾ നല്ല രീതിയിലുള്ള ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. സെക്രട്ടറി അടക്കമുള്ളവരുടെ പ്രവർത്തനം ഏറെ മികച്ചതാണ്. എല്ലാവരുടെയും കൂട്ടായ സഹകരണത്തോടുകൂടി പല പദ്ധതികളും നടപ്പിലാക്കിയതോടൊപ്പം ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചെന്നും MK ജയപ്രകാശ് പറഞ്ഞു. നമ്മുടെ 2020 ഡിസംബറിലാണ് പുതിയ കൗൺസിൽ അധികാരത്തിൽ വന്നത്. ഒരുപക്ഷെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നഗരസഭ ചെയർമാനായിട്ട് ഞാൻ അധികാരമേറ്റത്. കാരണം ഭൂരിപക്ഷമില്ലാത്ത ഒരു കൗൺസിലിനെയാണ്, ഒരുപക്ഷെ ആദ്യമായിട്ട് ഭൂരിപക്ഷമില്ലാത്ത ഒരു കൗൺസിലിനെയാണ് നയിക്കേണ്ടി വന്നത്. അങ്ങനെ നയിക്കേണ്ടി വന്ന ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി ആദ്യഘട്ടത്തിലൊക്കെ നേരിടേണ്ടി വന്നു. പൊതുവിൽ അങ്ങനെ ഒരു ക്രൈസിസ് നേരിടേണ്ടി വന്നത് സ്വാഭാവികമായിട്ടും പാർലമെന്ററി ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ ദൗത്യം അവരും
ഭരണപക്ഷത്തിൻ്റെ ദൗത്യം ഇവിടെയും നിർവഹിക്കുക എന്നുള്ളത്. എതിർപ്പുകളുണ്ടെങ്കിൽ വിമർശിക്കുക തന്നെ ചെയ്യുമെന്നും അത് പ്രതിപക്ഷത്തിൻ്റെ കടമയായിരുന്നുവെന്നും കെ കൃഷ്ണകുമാറും യോഗത്തിൽ പറഞ്ഞു. ഈ ഭരണസമിതിയിൽ മുൻപെങ്ങുമില്ലാത്ത കൂട്ടായ്മയുടെ കാലഘട്ടമായിരുന്നുവെന്നും കെ കൃഷ്ണകുമാർ സൂചിപ്പിച്ചു. എതിർപ്പുള്ള കാര്യങ്ങളിൽ നല്ലപോലെ എതിർത്തിട്ടുണ്ടെന്ന് കൗൺസിലർ ഇ പി നന്ദകുമാറും പറഞ്ഞു. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇ പി നന്ദകുമാർ സൂചിപ്പിച്ചു. ചില കാര്യങ്ങളിൽ ചില ജീവനക്കാരെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നന്ദകുമാർ പറഞ്ഞു. മറ്റു ജനപ്രതിനിധികളും സെക്രട്ടറിയും ജീവനക്കാരും ആശംസകൾ അർപ്പിച്ചു. മുനിസിപ്പൽ സ്റ്റാഫ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ 33 കൗൺസിലർമാർക്കുള്ള ഉപഹാരവും ചടങ്ങിൽ കൈമാറി. ഷൊർണൂർ സെൻറ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ഫുഡ് ഫെസ്റ്റിലൂടെ സമാഹരിച്ച തുക കൊണ്ട് വാങ്ങിച്ച വീൽചെയർ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് സമ്മാനിക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ നിന്നും സെക്രട്ടറി വീൽചെയർ ഏറ്റുവാങ്ങി. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. കേരള കലാമണ്ഡലത്തിലെ പഞ്ചവാദി വിഭാഗം 6 പതിറ്റാണ്ട് പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായി പഞ്ചവാദി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വജ്ര ജൂബിലി ആഘോഷിക്കും. വെള്ളി ശനി ദിവസങ്ങളിലായി കൂത്തമ്പലത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ വെള്ളിയാഴ്ച രാവിലെ 9:30 പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെറുതുരുത്തിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. തിമിലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുനിശ്ശേരി അനിയന്മാരാർക്ക് 10,001 രൂപയും പ്രശസ്തി പത്രവും മൊമൻ്റയും പൊന്നാടയും ചടങ്ങിൽ നൽകും. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. മറ്റു നിരവധി കലാകാരന്മാർ ചടങ്ങിൽ പങ്കെടുക്കുകയും തുടർന്ന് വിവിധ കലാപരിപാടികൾ ഉണ്ടാകും. ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മദ്ദളരത്നം ചെർപ്പുളശ്ശേരി ശിവൻ ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിക്കും. ചോറ്റാരിക്കര വിജയന്മാരാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് നിരവധി കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചനാനം പഞ്ചവാദ്യം അരങ്ങിലെത്തും. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികളായ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, കലാമണ്ഡലം ഹരിദാസ്, പെരിങ്ങോട് ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ആഘോഷം പൂർത്തിയാകുമ്പോൾ ഗംഭീരമായി എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വാദകരാവട്ടെ, കലാപ്രയോക്താക്കളാവട്ടെ, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും അനുഗുണമാകുന്ന രീതിയിലുള്ള കലാപരിപാടികളോടെ അല്ലെങ്കിൽ ഇത്തരം സെമിനാറുകളോടെ ഗവേഷകർക്കൊക്കെ ഉപകാരപ്പെടുന്ന സെമിനാറുകളോടെ ഒക്കെ ഗംഭീരമായി ആഘോഷിക്കണമെന്നാണ് ഞങ്ങൾ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ തീരുമാനിച്ചത്. അത് ആ രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പരിപാടി എന്ന് പറയുന്നത് പഞ്ചവാദിയുടെ 5 കാലങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യം അല്ല ഇന്ന് ആസ്വാദകർ നെഞ്ചിലെത്തിയ 5 പ്രമാണിമാർ, അതായത് മദ്ദളത്തിലും തിമിലയിലും 5 പ്രമാണിമാർ മാറി മാറി വരുന്ന, അതിനൊപ്പം കൂട്ട് കലാകാരന്മാരും മാറി വരുന്ന ഒരു പഞ്ചവാദ്യത്തിൻ്റെ ഏറ്റവും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 90-91 കാലഘട്ടത്തിൽ പറളി ഹൈസ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമവും നവംബർ 16 നടക്കും. പറളിയിലെ വിദ്യാലയത്തിൽ നടക്കുന്ന സംഗമത്തിൽ ഉന്നതികളിലെത്തിച്ചേർന്ന സഹപാഠികളെ ആദരിക്കുമെന്നും സംഘാടക സമിതി സെക്രട്ടറി NV സന്തോഷ് പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഗമത്തിന് മുന്നോടിയായി 15-ന് എടത്തറ മുതൽ പറളി വരെ മങ്കര ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പദയാത്ര സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കായിക മേഖലയിലും സൈനിക മേഖലയിലും എത്തിപ്പെട്ടവരെയും പറളി ഹൈസ്കൂൾ കായികാധ്യാപകൻ PG മനോജ് കുമാറിനെയും സ്കൂൾ കായികമേളയിൽ മെഡൽ നേടിയ കായിക താരങ്ങളെയും അനുമോദിക്കും. അക്ഷരം പകർന്നു തരികയും വിട്ടുപിരിയുകയും ചെയ്ത അധ്യാപകർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും. വിട്ടുപിരിഞ്ഞ സഹപാഠികളെ അനുസ്മരിക്കും. സഹപാഠികളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറുമെന്നും സന്തോഷ് പറഞ്ഞു. പ്രസിഡന്റ് K അനുപമ, V വിദ്യാധരൻ, NA നജീബ്, VV സിറാജുദ്ദീൻ, V നാരായണൻകുട്ടി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തത് ക്യാപ്ചർ മയോപതിയെ തുടർന്നെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. തെരുവുനായ്ക്കളുടെ അക്രമത്തിൽ ഭയന്ന് ശ്വാസം കിട്ടാതായതാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ BJP. മാനുകൾ കൂട്ടത്തോടെ ചത്തതിൽ പ്രതിഷേധിച്ച് BJP പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർക്കിലേക്ക് പ്രതിഷേധ മാർച്ച്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി കേരളശ്ശേരിയിൽ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കോൺഗ്രസ് വരണം, കോട്ടായി വളരണം എന്ന മുദ്രാവാക്യവുമായി കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനനന്മ ഗൃഹ സന്ദർശന കാൽനട യാത്രയ്ക്ക് തുടക്കം. ജനനിധി പദ്ധതി അഴിമതി പദ്ധതിയായി മാറിയെന്ന് BJP. കഴിഞ്ഞ 5 വർഷത്തെ ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ CPM ഭരണം സകല മേഖലയിലും പരാജയമെന്നും BJP. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.